പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും എല്ലാം, സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 4 ദിവസവും വിശ്വാസ വളർച്ചയുടെ വിവിധ ഘടകങ്ങളെയും അതിൻ്റെ വളർച്ചയുടെ പരിണാമ ദിശകളെയും, ആ വിശ്വാസം വളർന്ന് സ്നേഹമാകുന്നതും വിശ്വാസം വളർന്ന് ക്ഷമയാകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നിനക്ക് സ്നേഹവും ക്ഷമയും ഉണ്ടെങ്കിൽ കടുത്ത വിശ്വാസിയാണ് നീ എന്നുള്ള അസസ്മെൻ്റാണ് വരണത്. ഇതിനെ ചുവട് പിടിച്ച് ഇനി 10 ദിവസം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം ഇതിൻ്റെ മുഴുവനും വിശ്വാസ വളർച്ചയുടെ മുഴുവനും ടീച്ചിങ് എയ്ഡ്, അതുപോലെ തന്നെ പരീക്ഷണ നിലവെന്ന് പറയാം. പുതിയ പുതിയ വളങ്ങൾ കാണുമ്പോൾ കർഷകർ അത് നേരിട്ട് കൊണ്ടുപോയി പാടശേഖരത്തിൽ എല്ലാத்தைയും വിതറത്തില്ല. ആദ്യം ഒരു മാതൃക തോട്ടം ഉണ്ടാക്കിയിട്ട് അവിടെ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കും. കർത്താവ് സുവിശേഷത്തിൽ കർത്താവ് കൊണ്ടുവന്ന പുതിയ ഐറ്റംസ് എല്ലാം, വിശ്വാസത്തിൻ്റെ പുതിയ ഐറ്റംസ് എല്ലാം കർത്താവ് ഒരു മാതൃകാ തോട്ടം ഉണ്ടാക്കി കർത്താവ് പരീക്ഷിച്ചിട്ടാണ് പുറത്തേക്ക് വിതരണം ചെയ്യേണ്ടത്. അതിൻ്റെ ആ മാതൃകാ തോട്ടത്തിൻ്റെ പേരാണ് പത്രോസ്. കർത്താവിൻ്റെ പരീക്ഷയുടെ തോട്ടമാണ്. ഇവൻ തോറ്റ കർത്താവ് തോക്കും. അത് കാരണം പത്രോസിനോട് ശാസിച്ചും സ്നേഹിച്ചും അതിമനോഹരമായിട്ട് കൊണ്ടുനടക്കണം കാണാം. വല്ലാത്തൊരു ബന്ധമാണ് അവർ തമ്മിൽ. ഇപ്പം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പത്രോസ് ഒത്തിരി കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പഠിച്ചു. കർത്താവിൻ്റെ ആ ലൈൻ പത്രോസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും കർത്താവിനെ ടൈറ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് പത്രോസ്. അപ്പം പല കാര്യങ്ങളും പത്രോസിന് റേഷൻ വിലക്കാണ് കിട്ടുന്നത്. ഭയങ്കര റേഷൻ വില എന്ന് പറയണത്. പത്രോസിനോട് പറയും, ഇതിൻ്റെ വില നീ കൊടുക്കണില്ല, ഇത് പിതാവ് സൗജന്യം ദാനം തന്നിരിക്കുന്നതാണ്, നിനക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറയും. അതാണ് എൻ്റെ പിതാവ് വെളിപ്പെടുത്തുന്നതാണെന്നൊക്കെ പറയുന്നത്. വളരെ ഭയങ്കര അമൂല്യമായ സംഭവങ്ങളെ കാശ് വാങ്ങിക്കാൻ സൗജന്യമായിട്ട് കൊടുക്കും. അത് ഈ പത്രോസ് ആണ് ഈ മാതൃക പൂന്തോട്ടമായിട്ടിരിക്കണല്ലേ കർത്താവിൻ്റെ പരീക്ഷണങ്ങളിലെ എല്ലാത്തിൻ്റെയും. ഒരു 10 ബൈബിൾ എടുക്കാൻ വഴി ഇവർ തമ്മിലുള്ള റിലേഷൻസ് ഒന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ അത് മനോഹരമാണ്. അപ്പം ഇതിലേക്ക് പത്രോസ് 2 കാര്യം കണ്ടുപിടിച്ചു. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞ് പത്രോസാണ് അന്ന് വെട്ടണത്. കർത്താവ് എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ് 70 പ്രാവശ്യം. അപ്പം പത്രോസ് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. അപ്പം അന്ന് മനസ്സിലായി വിശ്വാസത്തിന് ക്ഷമയെന്നുള്ള ഒരു അപരനുണ്ടെന്ന്. വിശ്വാസത്തിന് ക്ഷമയെന്നുള്ള അപരനുണ്ട്. അത് പൗലോസും അതേ ഐഡിയക്കാരനാണ്. അതാണ് 1 തെസ്സലോനിയൻസ് നമ്മൾ കാണിച്ചത്. വിശ്വാസത്തിന് സഹോദര സ്നേഹം എന്നുള്ള അപരനെ കണ്ടുപിടിച്ചത് പൗലോസാണ്. അത് അദ്ദേഹം ഒരു ഈ ശിഷ്യത്വത്തിൻ്റെ പണിശാലയിലെ ഏകലവ്യനാണ്. കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ചില്ലെങ്കിലും ആത്മാവിൽ എപ്പോഴും പൗലോസിനെ ദൈവം സ്വകാര്യമായി പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ പഠിപ്പിക്കുന്ന സിലബസ് എല്ലാം സെയിം ആണെന്നേ ഉള്ളൂ. പക്ഷെ പത്രോസ് ആ പഠനത്തിൽ കുറച്ച് അഡ്വാൻസായി. എന്നിട്ട് ഇവർ രണ്ടുപേരും ഈ വിഷയം അതിമനോഹരമായിട്ട് അവതരിപ്പിക്കും. വിശ്വാസത്തിൻ്റെ നിറഭേദങ്ങളെക്കുറിച്ചും അതിൻ്റെ തന്മാത്രകളുടെ കോമ്പൗണ്ട്, അത് മാറി വരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെക്കുറിച്ചൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യമാണ്. അതിലൊരു കാര്യം പറയണത് പത്രോസ് വിശ്വാസത്തിൻ്റെ കോമ്പോണൻസിനെ കുറിച്ചും അത് കോമ്പൗണ്ടായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന
വിഷയങ്ങളെക്കുറിച്ച് പത്രോസ് പറയും. അത് നേരത്തെ ഇങ്ങേര് പഠിച്ച ക്ഷമയെന്നുള്ള സംഭവത്തിൽ നിന്ന് പിന്നീട് പത്രോസ് പറയുന്നത് വിശ്വാസം എന്താണെന്ന് പറയുന്നുണ്ട്. വിശ്വാസം വർദ്ധിപ്പിക്കാൻ പറയുന്നുണ്ടല്ലോ. വർദ്ധിച്ചിട്ട് എന്തായിട്ട് മാറും? ഇപ്പം എല്ലാവരും പറയും വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിപ്പിച്ചാൽ എന്തായിട്ട് മാറും? എന്ത് നമ്മളിൽ കാണുമ്പോഴാണ് വിശ്വാസം വർദ്ധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണത്. 2 പത്രോസിന് 1:5 ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുകൃതം കൊണ്ടും വേണ്ട സംഭവം വെറുതെ വേണ്ട. എന്താ നേരത്തെ പറഞ്ഞത്? വിശ്വാസത്തെ സുകൃതം കൊണ്ടും സുകൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. വിശ്വാസം സമ്പൂർണ്ണമാക്കണമെങ്കിൽ അപ്പം എന്താണ് സമ്പൂർണ്ണമാക്കണത്? ശരിക്കും പറഞ്ഞാൽ വിശ്വാസമാണ് സമ്പൂർണ്ണമാക്കണത്. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഇവർ ലൂക്ക 17:5 പറഞ്ഞില്ലേ? ഈ വിശ്വാസം വർദ്ധിച്ചാൽ എങ്ങനെയാണ് ഇരിക്കണത്? അതെന്താണ്? ആദ്യം വിശ്വാസം വർദ്ധിക്കണത് എങ്ങനെയാണ്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. ഈ ഉടമ്പടിയിലൊക്കെ ഇത്രയും രാത്രിയും പകലും കൃപാസനത്തിൽ ആൾക്കാർ വരികയും ഉടമ്പടിയിൽ ആൾക്കാർ ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഈ വിശ്വാസത്തിൻ്റെ ജീവിത കളരിയിൽ സുഹൃതങ്ങൾ ഒത്തിരി മനുഷ്യർ അഭ്യർത്ഥിക്കുന്നുണ്ട്. വീട്ടിലും നാട്ടിലും അപരിചിതമായ മേഖലകളിലും എല്ലാം വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കൃപാവര പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വിശ്വാസത്തെ ഇവർ വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ദിവസങ്ങളിൽ കണ്ടത് എന്താണ്? വിശ്വാസത്തിൻ്റെ അപരന്മാരെന്തൊക്കെയാണ്? വിശ്വാസത്തിൻ്റെ പരിഷ്കൃത രൂപങ്ങൾ, വിശ്വാസത്തിൻ്റെ റിഫൈൻഡ് ആയിട്ടുള്ള വിശ്വാസത്തിൻ്റെ എന്താ വെച്ചാൽ സംസ്കൃത രൂപങ്ങൾ. വിശ്വാസത്തിൻ്റെ സംസ്കൃത രൂപങ്ങളെന്ന് പറയുമ്പോൾ ഒന്നെന്താണ്? പരസ്പര സ്നേഹം. വിശ്വാസത്തിൻ്റെ സംസ്കൃത രൂപം 2 എന്താണ്? ക്ഷമ. നമ്മളത് ഇന്നലെ കണ്ടായിരുന്നു. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. സ്നേഹം തന്നെയാണ്, പക്ഷെ അതിനകത്തൊരു സഹനമുണ്ട്. അതുകൊണ്ട് സഹിക്കുന്ന സ്നേഹമാണ് വിശ്വാസം അല്ലെങ്കിൽ ക്ഷമ. അതും ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെയാണ്. ഇപ്പം എന്താ ഒരു കുഴപ്പം വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസം എന്നുള്ളത് ആശയപരമായ എന്തോ വിഷയമായിട്ടാണ് പലരുടെയും തിരക്കേറിയിരിക്കുന്നത്. എന്നല്ല, ഇത് യേശുക്രിസ്തു എന്ന് പറഞ്ഞൊരു റിഡംറ്റീവ് പ്രോജക്റ്റിൻ്റെ ആ ഒരു പേഴ്സണിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ പ്രക്രിയ അല്ലെങ്കിൽ മുന്നേറ്റങ്ങളിൽ വരുന്നതാണ് എന്താണ്? 1 സ്നേഹം, അതും വിശ്വാസം തന്നെ. 2 ക്ഷമ നമ്മൾ കണ്ടു. ഇപ്പം എന്താ പറയണത്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽപ്രവൃത്തികൾ അല്ലെങ്കിൽ കൃപാവര പ്രവൃത്തികൾ. പിന്നെന്താ? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. ഇപ്പോൾ സുഹൃതം ഇങ്ങനെ കൂട്ടി വരുമ്പോൾ എന്തുമാത്രം സുഹൃതങ്ങളാണ് ആൾക്കാർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പണ്ട് നന്മമലകൾ എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം മരങ്ങളിവിടെ വാടിക്കൊഴിഞ്ഞ് വീണ മണ്ണാണിത്. ഇപ്പോൾ നന്മമരങ്ങളൊന്നും കുറിച്ച് കേൾക്കണില്ലല്ലോ. ആ സുഹൃതങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃതത്തെ എന്താണ്? ജ്ഞാനം കൊണ്ടും. അല്ല, കേവലം ഒരു മനുഷ്യന് ഒരു സുഹൃതം ചെയ്യുന്നതിന് അടിസ്ഥാനങ്ങളുണ്ടാകണം. സുവിശേഷ സുഹൃതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്രിസ്തുവാണ്. അപ്പം ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ് ജ്ഞാനത്തിൽ വരുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് അനുഭവം, അറിവും ആ എന്തിനു വേണ്ടിയാണ് ഇപ്പം സുഹൃതം ചെയ്യുന്നത്, സുഹൃതം ഒരാൾ ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. അതാണ് എൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്.
ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ അല്ലെങ്കിൽ ഇപ്പം ചില ആൾക്കാരെ വോട്ട് ചെയ്യാൻ വേണ്ടി സൈക്കിൾ കാറ് പിടിച്ചാൽ കൊണ്ടുപോകത്തില്ലേ? വോട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ കാറും ഉണ്ടാകത്തില്ല, സൈക്കിളും ഉണ്ടാകത്തില്ല. അങ്ങനെ സുഹൃത്തം ചെയ്യുന്ന ആൾക്കാരില്ലേ നാട്ടിൽ? അതുപോലെ ജ്ഞാനമില്ല അതിനകത്ത്. നമുക്ക് സുഹൃത്തം ചെയ്യുമ്പോൾ ഒരു ജ്ഞാനമുണ്ട്. എന്താണ്? ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയും ദൈവവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം പറയാം. ഇത് ഓരോ ദിവസം കേട്ടാൽ മതി. ഇപ്പം നിങ്ങൾ അതായത് ആദ്യം നമ്മൾ വിശ്വാസം സ്നേഹമാണെന്ന് കണ്ടു, വിശ്വാസം ക്ഷമയാണെന്ന് കണ്ടു, ഇപ്പോൾ വിശ്വാസം സുഹൃതമാണെന്ന് കണ്ടു, വിശ്വാസം ജ്ഞാനമാണെന്ന് കണ്ടു. അപ്പം നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടെങ്കിൽ, സുഹൃതം ഉണ്ടെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വിശ്വാസിയാണെന്ന് അർത്ഥം. കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഹനീന. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്നാണ്. ഞാനൊരു നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് നവംബർ 10, 2025. ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും എല്ലാം എൻ്റെ പപ്പ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ പപ്പയുടെ വണ്ടിയിൽ ഒത്തിരി പേരിങ്ങനെ കയറുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറയും, പിന്നെ പത്രം കൊടുക്കും. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം അപ്പം അങ്ങനെ പറഞ്ഞു, കൃപാസനത്തെക്കുറിച്ച് എൻ്റെ വണ്ടിയിൽ കയറുമ്പോൾ ഒത്തിരി പേരെന്നോട് പറയാറുണ്ട്, ഒരുപാട് അനുഗ്രഹം തരുന്ന മാതാവാണ്, അപ്പം നമുക്ക് അവിടം വരെ ഒരു ദിവസം പോവാമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ആദ്യം അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോകണമെന്നും അത്ര വലിയ ആഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ 4 വർഷം മുമ്പ് ഞാൻ ഞാൻ മംഗലാപുരത്താണ് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ വെച്ചിട്ട്, അതായത് എന്നെ നേഴ്സിംഗ് ചേർക്കാനായിട്ട് പപ്പ അവിടെ കൊണ്ടുവന്നാക്കി, അവരെല്ലാവരും തിരിച്ചു പോയി. ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കയ്യിലും മേത്തും എല്ലാം നിറച്ചും കുരുക്കൾ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കൊതുക് കടിക്കണതായിരിക്കുമോ എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ച്. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്ത് എണീറ്റപ്പോഴും എൻ്റെ കയ്യിലും മേത്തും ഒക്കെ നിറച്ചും കുരുക്കൾ വന്നു തുടങ്ങി. അത് കൂടാൻ തുടങ്ങി, അത് പൊട്ടിച്ചോര വന്നു. എനിക്ക് എന്ത് ചെയ്താൽ അത് മാറുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ കോളേജിൽ പറഞ്ഞു, മാമിൻ്റെ അടുത്ത് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മാം ദേഷ്യപ്പെട്ടു, പറഞ്ഞു ഇവിടെ ഹോസ്പിറ്റലില്ലേ, ഇവിടെ കൊണ്ട് കാണിച്ചാൽ പോരെ, എന്തിനാണ് നീ വീട്ടിൽ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. ഭയങ്കരമായിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ട് കാണിച്ചു, പക്ഷെ എനിക്ക് മാറിയില്ല. അത് കഴിഞ്ഞ് പഠിത്തം നിർത്തി വീട്ടിൽ വരാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. വീട്ടിൽ വന്നിട്ട് എന്നോട് പപ്പ പറഞ്ഞു, ഇത്രയായിട്ടും മനസ്സിലായില്ലേ, നമുക്ക് കൃപാസനത്തിൽ പോവാം. എന്നിട്ട് ഇവിടെ വന്നു ഞങ്ങൾ, എൻ്റെ അപ്പയും അമ്മയും എല്ലാവരും കൂടി വന്നു. ഉടമ്പടി എടുക്കണമെന്നുള്ളൊരിത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. വന്നു പ്രാർത്ഥിച്ചു. എന്നിട്ട് പപ്പ ചെറിയൊരു പേപ്പറിൽ എഴുതി, എൻ്റെ മോളുടെ ഈ അലർജി മാറ്റി തരുവാണേൽ അവളെല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നോളാം എന്നും പറഞ്ഞ് എൻ്റെ പപ്പ ചെറിയൊരു പേപ്പറിൽ ഇങ്ങനെ ജസ്റ്റ് എഴുതിയിട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പം ഞാൻ പപ്പനെ അങ്ങനെ കളിയാക്കി പറഞ്ഞു, എന്തിനാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എപ്പോഴും ഇവിടെ വരുമ്പോഴും വെറുതെ പപ്പയുടെ വണ്ടിയിൽ കാറ്റും കൊണ്ട് വെറുതെ ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ വെറുതെ വന്ന് ഇവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും മാറാതെ വന്നപ്പോൾ ഞാൻ മാമിനോട് പറഞ്ഞു. എന്നിട്ട് എന്നെ അവിടെ നിന്ന് ഹോസ്റ്റലിൽ മാറ്റി പുതിയ ഹോസ്റ്റലിലേക്ക് ആക്കി. അപ്പോൾ എൻ്റെ പതുക്കെ മാറാൻ തുടങ്ങി എൻ്റെ കയ്യിലെ കുരുക്കൾ. അപ്പോൾ എന്നോട് അപ്പ പറഞ്ഞു, കണ്ടില്ലേ മാതാവ് മാറ്റി തന്നതാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് മാതാവ് മാറ്റി തന്നതല്ല, അത് ഹോസ്റ്റൽ മാറിയത് കൊണ്ടാണ് മാറിയത്, എൻ്റെ കയ്യിലെ കുരുക്കൾ മാറിയതല്ല, അത് മാതാവ് മാറ്റി തന്നതല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ദേഷ്യമായി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ പരീക്ഷ വന്നു, എനിക്ക് സപ്ലി ഉണ്ടായി, ഞാൻ തോറ്റു. അപ്പോഴും എൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോയും പിന്നെ ഉപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ടായി. അതൊന്നും ഉപയോഗിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇയറിൽ ഞാൻ തോറ്റു, സെക്കൻഡ് ഇയറിലും ഞാൻ തോറ്റു. പിന്നെ എനിക്ക് വിശ്വാസം വരാൻ തുടങ്ങിയത് എൻ്റെ കയ്യിൽ കുരുക്കൾ അന്ന് മാറിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് ശേഷം വീണ്ടും എനിക്ക് കുരുക്കൾ കൈമ വരാൻ തുടങ്ങി. അതെന്ന് പറയുന്നത് എൻ്റെ കൃപാസനത്തിലേക്ക് പോകാൻ എൻ്റെ മാതാവ് വിളിക്കുന്ന ആ ഒരു സമയത്ത്, അതായത് ഞാൻ ആ ഹോസ്റ്റലിൽ എനിക്ക് ലീവ് അവർ പറയുന്ന സമയത്ത് എൻ്റെ കൈമ ഇങ്ങനെ ജസ്റ്റ് കുരുക്കൾ പോലെ ഇങ്ങനെ കാണിക്കും.
അത് കൃപാസനത്തിൽ വന്ന് കഴിഞ്ഞ് പോകുമ്പോൾ ആ കുരുക്കൾ പതുക്കെ മാറും. അതെനിക്കൊരു അടയാളം പോലെ എനിക്കത് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വീട്ടിലേക്ക്, അതായത് കൃപാസനത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ജസ്റ്റ് ഒരു അടയാളം പോലെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുരുക്കൾ കാണിക്കും. ഇപ്പം എൻ്റെ കയ്യുമ്മ ഇല്ല. അത് അങ്ങനെ എനിക്ക് വിശ്വാസം വരാൻ തുടങ്ങിയത്. അത് ഞാൻ തേർഡ് ഇയറിൽ, അപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ എനിക്ക് സപ്ലി കിട്ടി. അതെൻ്റെ വിശ്വാസക്കുറവുകൊണ്ട് തന്നെ. അത് ഞാൻ തേർഡ് ഇയറിൽ എക്സാം വന്നു. അത് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും എനിക്ക് അത്ര വലിയ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പ പറഞ്ഞതുകൊണ്ട് മോൻ പേടിക്കണ്ട, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നീ തോറ്റുക, ശരിയാ, ഇപ്പോൾ നീ അത്യാവശ്യം പ്രാർത്ഥിക്കുന്നൊക്കെ ഇല്ലേ, മാതാവ് നിന്നെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഒരു വിശ്വാസ പ്രമാണം എത്തിച്ച് ആ ഉപ്പെടുത്ത് ഞാൻ ഇങ്ങനെ കഴിച്ചു. അതിന് റിസൾട്ട് വന്നു, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. എന്നിട്ട് അപ്പ എന്നോട് പറഞ്ഞു, നീ അഹങ്കരിക്കണ്ട, നിൻ്റെ കഴിവും കൊണ്ടല്ല, മാതാവ് നിന്നെ അനുഗ്രഹിച്ചതാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, മാതാവ് അനുഗ്രഹിച്ചതല്ല, അപ്പം ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടതോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അത് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ മൊത്തം കുരുക്കൾ വന്നു. അത് കഴിഞ്ഞ് ഫോർത്ത് ഇയർ ആയപ്പോൾ എൻ്റെ അടുത്ത് അപ്പ പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് എനിക്ക് നല്ല വിശ്വാസത്തിലേക്ക് ഞാൻ വന്നു. അങ്ങനെ ഫോർത്ത് ഇയറിൽ വെച്ച് ഞാൻ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ജോസഫ് അച്ഛൻ്റെ ടോക്കൊക്കെ കേട്ടു. പിന്നെ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. ഞാൻ നല്ലോണം വിശ്വാസത്തിലേക്ക് വന്നു. പക്ഷേ എൻ്റെ നിയോഗങ്ങൾക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ എഴുതി, എന്നെ എക്സാം പാസ്സാക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ നിയോഗങ്ങളൊക്കെ എഴുതി ഞാൻ ഉടമ്പടിയിൽ ആദ്യം കുറച്ച് പാകപ്പിഴകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ. കാരണം ഞാൻ ബൈബിളൊന്നും അധികം വായിക്കുന്നൊരു കുട്ടിയൊന്നും ആയിരുന്നില്ല. പിന്നെ പതുക്കെ അത് ശരിയായി വന്നത്. പിന്നെ ചെറിയൊരു വിശ്വാസക്കുറവൊക്കെ അപ്പോഴും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വചനം കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടും, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്ന ബോധ്യവുമാണെന്ന് പറഞ്ഞ വചനമൊക്കെ എനിക്ക് കിട്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ വിശ്വാസം അങ്ങനെ കുറഞ്ഞു വരും. ഒരു ദിവസം തന്നെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പച്ചത്തിരി പതുക്കെ ഒന്ന് വളഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ തോക്കും, പരീക്ഷയ്ക്ക് തോക്കുമെന്നാണ് തോന്നണേ. അങ്ങനെ ഒരു വിചാരം എനിക്ക് വരും. അത് ഞാൻ മാതാവിനോട്, മാതാവേ എൻ്റെ ബർത്ത്ഡേയാണ് വരണേ, മാർച്ച് 9 എനിക്ക് വേറെ ഒന്നും വേണ്ട, എന്നൊന്ന് ജയിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പരീക്ഷയ്ക്ക് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പറഞ്ഞിട്ടാ ഞാൻ വീട്ടിൽ പറയുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുർബാനയ്ക്ക് പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതിനു മുമ്പ് പരീക്ഷയുടെ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഉപ്പ് കഴിച്ചു. അതുപോലെ തൈലമൊക്കെ എൻ്റെ കൂട്ടുകാരികൾക്ക് മൊത്തം ഞാൻ തേച്ച് കൊടുത്തു. പക്ഷേ പരീക്ഷയ്ക്ക് ഞാൻ ചെന്ന സമയത്ത് ആദ്യത്തെ ദിവസം എനിക്ക് പരീക്ഷ ഭയങ്കര പാടായിരുന്നു, ഭയങ്കര ടഫായിരുന്നു എനിക്ക്. ഞാൻ എന്താ അതിനകത്ത് എഴുതിയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ തോക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ പരീക്ഷയുടെ എക്സാമിൻ്റെ ടൈമും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസത്തെ പരീക്ഷയ്ക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാം എഴുതി, പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ എല്ലാം തെറ്റിപ്പോയി. അപ്പം ഞാൻ ഉറപ്പിച്ചു, കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. മൂന്നാമത്തെ ദിവസത്തെ പരീക്ഷയാണെങ്കിൽ എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് ഉറക്കം തൂങ്ങി, അതും തൂക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നെ അത് ഞാൻ ഹോസ്റ്റലിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഈ സാക്ഷ്യത്തിൽ കേൾക്കണ പോലെ ദൈവം എനിക്കൊരു അടയാളവും മാതാവ് കാണിച്ചു തന്നില്ലല്ലോ. പരീക്ഷയ്ക്ക് എക്സാം പാടുമായിരുന്നു, അപ്പം ഞാൻ തോക്കും. അത് കഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ മേരി എന്ന് പറഞ്ഞിട്ട് 3 ആ എക്സാമിൻ്റെ നേരെ മേരി എന്ന് പറഞ്ഞ് എഴുതിയ ഒരു സൈൻ ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരു ചെറിയ വിശ്വാസം വന്നു, മാതാവ് ജയിപ്പിക്കുമോ, ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞ പോലെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വന്ന് മാതാവിനോട് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേർന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് ഞാൻ നോക്കി, ഞാൻ ഉപ്പിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവെ ജയിപ്പിക്കണേ, മാതാവ് ജയിപ്പിക്കണം. അപ്പം ചേച്ചിയോടൊന്നും ഞാൻ പറഞ്ഞില്ല, അവൾക്ക് ചെറിയ സംശയം തോന്നി, റിസൾട്ട് എങ്ങാനും വന്നു എന്ന്. ഞാനോട് പറഞ്ഞില്ല. പക്ഷേ അത് റിസൾട്ട് വന്നു. ഞാൻ ഒന്നും എഴുതാത്ത എൻ്റെ പരീക്ഷയ്ക്ക് എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. നല്ല മാർക്കോടുകൂടി പാസ്സായി. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, ദൈവമേ എനിക്ക് തന്നെയാണോ മാതാവ് തന്നേ? എനിക്കാണെങ്കിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ കൃപാസനത്തിൽ വന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അമ്മോടും പറയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്കാണെങ്കിൽ ഇവരോട് പറയാൻ തോന്നാണ്. ഞാൻ എന്നിട്ട് കടിച്ച് പിടിച്ച് ഇങ്ങനെ ഇരുന്നു. ഇനി പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്നു. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ അപ്പോട് പറഞ്ഞു, അപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു, എന്തേ മോനെ? അപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. എപ്പോൾ? ഇന്നലെ രാത്രി.
നീ എങ്ങനെയുണ്ട് പരീക്ഷയ്ക്ക് എക്സാം ജയിച്ചോന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തു. എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് അപ്പയെന്ന് പറഞ്ഞു. അപ്പം നിപ്പിലങ്ങ് അവിടെ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. അമ്മ ഇരുന്ന് കരഞ്ഞു. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പത്രം ആദ്യം ഞാൻ പള്ളിയിലൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഞാൻ വൃദ്ധസദനത്തിൽ പോവാറുണ്ട്. അപ്പോൾ അവിടെ അമ്മമാരെ കുളിപ്പിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഈ നമ്മുടെ എനിക്കുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ തന്നെയായാലും സാക്ഷ്യം പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് എൻ്റെ ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ ഞാൻ ഈ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ നിർത്തി. ദൈവം ഇവരെന്ത് എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം, അതായത് ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അത് മൊത്തം ഞാനിങ്ങനെ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കും, എൻ്റെ മാമിന് അയച്ചു കൊടുക്കും, എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കും. അങ്ങനെ അവരും വിശ്വാസത്തിലേക്ക് വന്നു. പിന്നെ ഞാൻ ഈ തൈലം പരീക്ഷയ്ക്ക് മുമ്പ് തൈലം തേച്ച് ഉപ്പൊക്കെ കൊടുത്ത എല്ലാ മക്കൾക്കും ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് 3-ാമത്തെ ദിവസം തന്നെ എനിക്ക് തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ യൂദാപുരത്ത് വെച്ച് ഞങ്ങൾ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു നീല കളറിൽ നീല ഷോള് നീല ചുരിദാർ ഫുള്ള്. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞ് നിൽക്കുക. എന്നെ പെട്ടെന്ന് മോളെ എന്ന് പറഞ്ഞിങ്ങനെ തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കി. ആരാന്നൊന്നും എനിക്കറിയില്ല. എന്നെ ചിരിച്ചിട്ട് വെറുതെ തൊട്ടതാട്ടോ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ തട്ടി. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു മുഖം. എനിക്ക് മനസ്സിലെങ്കിൽ ഉറപ്പത് മാതാവാന്ന്. ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മാതാവ് ഞാൻ കണ്ടില്ല. എനിക്ക് ഉറപ്പത് മാതാവാന്ന്. അങ്ങനെ എനിക്ക് ഒത്തിരി അടയാളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഉപ്പ് ഞാൻ എൻ്റെ അമ്മാമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് അമ്മമ്മയ്ക്ക് ഒട്ടും വയ്യാതെ വയറ്റിൽ നിന്നൊക്കെ പോയി ഭയങ്കര ഭിത്തിയിലൊക്കെ വെച്ച് തേക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഉടമ്പടി ക്ലാസ്സിന് ഞാനിവിടെ വരുന്ന സമയത്ത് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു ചേട്ടൻ്റെ സാക്ഷ്യം അങ്കമാലിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി, അതാരാണാവോ. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പ് കൊടുത്ത സമയത്ത് അമ്മമ്മയുടെ പ്രശ്നങ്ങൾ മൊത്തം അങ്ങനെ മാറി. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ബൈബിള് കുറേ അരമണിക്കൂർ ഞാൻ വായിക്കും. മുമ്പ് എനിക്ക് വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം ഞാൻ വായിക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ പോവാറുണ്ട് എന്നും. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾക്ക് കുറവായിരുന്നു ചെയ്യലൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി ഇങ്ങനെ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വചനം കിട്ടും, ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ കുറവുണ്ട് നല്ല പോലെ. അത് കഴിഞ്ഞാൽ അപ്പയ്ക്കുള്ള പോലെ ഞങ്ങളത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ കഴിയാവുന്നിടത്തോളം ഞങ്ങളെല്ലാവരും സഹായിക്കാറുണ്ട്. പൈസ കൊടുത്തു, പിന്നെ അതുപോലെ പൊതിച്ചോറ് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മാർട്ടിൻ. എനിക്ക് ഈ പത്രം ഈ ഓട്ടോയിൽ ആരോ കൊണ്ടു തന്നു. അതുവഴിയാണ് എനിക്ക് വിശ്വാസത്തിലേക്ക് വന്നത്. ഞാൻ മകൾക്ക് കൊടുത്തെങ്കിലും അവൾക്ക് ഇതിനോടൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കൊച്ചിന് ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി എടുക്കണേലും വന്നിട്ട് പേപ്പറിൽ കാര്യങ്ങൾ എഴുതി വെച്ച് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ വേറെ ആ രൂപത്തിൻ്റെ അവിടെ ഒരു പേപ്പറിൽ ഞങ്ങളുടെ കാര്യങ്ങൾ എഴുതി വെച്ച് പോയി. പിന്നീടാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കൊച്ചിന് പതിയെ വിശ്വാസത്തിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വിശ്വാസവും പ്രാർത്ഥനയും കൊച്ചിന് നല്ല മാർക്കോടുകൂടി പാസ്സാവാനും ഒക്കെ സാധിച്ചു. ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളിൽ നിന്ന മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി. ഹെബ്രായർ 11:1 തിരുവചനങ്ങൾ: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. ഹനീന മാർട്ടിൻ എന്ന ഈ മകൾ താൻ എങ്ങനെ കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തപ്പെട്ടുവെന്നും വിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ടുവെന്നും അമ്മ അടയാളങ്ങളിലൂടെ മകളുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും മകളെ എങ്ങനെ സഹായിച്ചുവെന്നും അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ശരിക്കും ഈ സാക്ഷ്യത്തിൻ്റെ തുടക്കവും മർമ്മവും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രസക്തിയാണ്. കൃപാസനം പത്രം നമുക്കറിയാം, ദൈവിക സന്ദേശങ്ങളുടെ സംഗ്രഹമായ സമാഹാരമാണത്. ജോസഫച്ചന് ഒരു മാസക്കാലം അമ്മ മാതാവും ഈശോയും നൽകുന്ന സന്ദേശങ്ങളുടെ ചുരുക്കമാണ് എഡിറ്റോറിയലായി നാം കൃപാസനം പത്രത്തിൽ വായിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു മാസക്കാലം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്ന
ഏറ്റവും ദൈവാനുഭവമുള്ള സാക്ഷ്യങ്ങളാണ് ആ കൃപാസനം പത്രത്തിൽ ചേർക്കപ്പെടുന്നത്. അത് ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുന്നവരുടെ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിതത്തിൻ്റെ വലിയ ക്ലേശങ്ങൾ അത് വല്ലാതെ ജീവിതം ഉലയുന്ന നിമിഷങ്ങളിലും അല്പം പോലും പതറാതെ എൻ്റെ കർത്താവിന് ഈ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ സാധിക്കുമെന്ന പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങളാണ് ഓരോ സാക്ഷ്യമായും നാം കൃപാസനം പത്രത്തിൽ കാണുന്നതും പ്രാർത്ഥിക്കുന്നതും വായിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത് സഞ്ചരിക്കുന്ന ദൈവദൂതാണ്. സഞ്ചരിക്കുന്ന ദൈവദൂത്. ഈ സഞ്ചരിക്കുന്ന ദൈവദൂത് ആരൊക്കെ വിശ്വാസത്തോടെ സ്വീകരിക്കുകയും ഒരു വട്ടം അത് പ്രാർത്ഥനയോടെ വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആത്മാവിനെ നവീകരിച്ചു കൊണ്ടിരിക്കും. കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയാത്തവരാണെങ്കിലും കേട്ടിട്ടില്ലാത്തവരാണെങ്കിലും വിമർശിക്കുന്നവരാണെങ്കിലും ഒരു തവണ ഇതിലൂടെ ഇങ്ങനെ കണ്ണോടിച്ചു പോകുമ്പോൾ അത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം വിശ്വാസമില്ലാത്ത ആത്മാക്കളിൽ പോലും അത് പ്രവർത്തന നിരതമായി തുടങ്ങുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എതിർക്കുന്നവരെ പോലും അമ്മ മാതാവ് തൻ്റെ മകൻ അരികിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസമെന്ന ദാനം നിക്ഷേപിച്ച് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ അനുഗ്രഹങ്ങൾ അടയാളങ്ങളിലൂടെ നൽകി ജീവിതത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് നമുക്ക് കാണാനാവും. മകൾ പറഞ്ഞു തുടങ്ങി, അപ്പൻ എപ്പോഴൊക്കെ കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ അതിനോട് മറുതലിക്കുമായിരുന്നു. ഓട്ടോയിൽ കാറ്റുകൊണ്ട് ഇവിടം വരെ വരാൻ വേണ്ടിയാണ് ഞാൻ പലപ്പോഴും അപ്പനോടൊപ്പം കൃപാസനത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴും പുറകിലിരുന്ന് അപ്പൻ പ്രാർത്ഥിക്കുകയും കണ്ണീരോടെ എന്തൊക്കെയോ പറയുകയും ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് മടങ്ങിപ്പോകുന്നത് ശീലമായിരുന്നു. അത് നമുക്കുള്ളൊരു സ്വാഭാവിക മറുതലിക്കൽ സ്വഭാവം ഇസ്രായേലിൻ്റെ സ്വന്തമാണത്. നമ്മുടെ ജീവിതത്തിലും അതുണ്ട്. അതിങ്ങനെ നിരന്തരം വ്യാപരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അനുഭവങ്ങളിലൂടെ അമ്മ തൻ്റെ അങ്കിയിൽ പൊതിന് നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കും. ചില സങ്കടങ്ങളാകാം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ആ സങ്കടങ്ങൾക്കുള്ള പരിഹാരമാവും ദൈവവിശ്വാസം വളർത്തുവാൻ കാരണമാക്കുന്നത്. മകൾ പറഞ്ഞു, നഴ്സിംഗ് പഠനത്തിൻ്റെ ആദ്യ 2 വർഷങ്ങൾ സപ്ലി കിട്ടി. എൻ്റെ ശരീരത്തിൽ നിരന്തരമായ കുരുക്കൾ വന്നു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കണം. സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് ഇന്നും ശക്തിയോടുകൂടി സജീവനായി തേടി വരുന്നവരെ അനുഗ്രഹിക്കുന്നുവെന്ന് വിശ്വസിക്കുവാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എന്നാൽ പതിയെ പതിയെ ഞാൻ പ്രാർത്ഥിക്കാത്തപ്പോഴും ഞാൻ അമ്മയുടെ അരികിൽ വന്നിരിക്കുന്നത് കൊണ്ട് മാത്രം അമ്മ എന്നെ സൗഖ്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പഠന മേഖലകളിൽ അല്പം കൂടി പുരോഗതി നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ വിശ്വാസത്തിലേക്ക് വളർത്തിയെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ അമ്മയെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് പോലും അസാധ്യമെന്ന് കരുതുന്നത് നിസ്സാരമായി അമ്മ നമുക്കായി നേടിത്തരും. മകൾ അതാ പറഞ്ഞത്, എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് എന്തെഴുതും, എങ്ങനെ മാർക്ക് കിട്ടുമെന്ന് പോലും അറിയില്ല. എങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അമ്മയോട് ചോദിച്ചു. അമ്മ ഏറ്റവും നല്ല ഗിഫ്റ്റ് മകൾക്ക് നൽകി അനുഗ്രഹിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. അത് 4th ഇയർ പരീക്ഷയിൽ ലഭിച്ച ഡിസ്റ്റിങ്ഷനാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ കരങ്ങളിൽ എന്തും ഏൽപ്പിച്ചു കൊടുക്കാം. അമ്മയുടെ കരങ്ങളിൽ നിങ്ങളായിട്ട് അതിർത്തി വെക്കരുത്. നടക്കുമോ നടക്കില്ലേ, ഇത്രത്തോളം കിട്ടുമോ കുറഞ്ഞായിരിക്കുമോ, ഒരതിർത്തിയും വെച്ച് ലിമിറ്റേഷൻ വെച്ച് അമ്മയുടെ അരികിൽ സംസാരിക്കരുത്. പൂർണ്ണ മനസ്സോടെ മുഴുവൻ ശക്തിയോടെ എൻ്റെ കർത്താവിന് എനിക്കെന്ത് തരുന്നതിനും യാതൊരു കുറവുമില്ലെന്ന പ്രത്യാശയോടെ നിയോഗങ്ങൾ കൊടുത്ത് ജീവിക്കുക. ഉടമ്പടി നമുക്ക് അനുഗ്രഹമായിരിക്കും. ഈ മകൾക്ക് ലഭിച്ച വിശ്വാസമെന്ന ദാനത്തിന് അപ്പച്ചനൊരു കൃപാസനം പത്രത്തിലൂടെ കുടുംബത്തിലേക്ക് കൈമാറുവാൻ സാധിച്ച ആ പ്രേക്ഷിത ചൈതന്യത്തിന് മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഇതിനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടിയ ഈ അവസരത്തിന് ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് തോമസ് ജോസഫ്. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. റിട്ടയർ ചെയ്ത ശേഷം മകളുടെ കുഞ്ഞിനെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാനും 2020 ഞാൻ UK ഫാമിലി അവിടെ വൈഫും 2015 നേരത്തെ കുഞ്ഞിനെ നോക്കുവാനായിട്ട് പോയിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് UK PR ഒക്കെ കിട്ടി.
ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സാമൂഹ്യ ഉപവി പ്രവർത്തനങ്ങളുടെ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. പക്ഷേ അന്നെല്ലാം ചെയ്തതെല്ലാം സൽപ്രവൃത്തികൾ മാത്രമായി, ദൈവനാമത്തെ മഹത്വപ്പെടുത്താതെയും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെയുമാണ് അതെല്ലാം ചെയ്തു കൂട്ടിയത്. അതൊന്നും അതിനുള്ള അറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ UK-യിലെത്തി. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു. ആത്മീയ ജീവിതം അവിടെ ചെന്നപ്പോൾ എല്ലാ സാഹചര്യങ്ങളും മാറി. ആത്മീയ ജീവിതം വെറും പൂജ്യമായി. അപ്പോഴത്തേക്ക് ദുരിതങ്ങൾ ഓരോന്ന് എൻ്റെ ജീവിതത്തിലേക്ക് മഹാമാരി പോലെ കടന്നു വരാൻ തുടങ്ങി. ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒരു ആക്സിഡൻറ്റ്, അതിൽ സീരിയസായ പരിക്കുകളുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ പറയാൻ ഇപ്പം അവരില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയും. അതുപോലെ പിന്നെ ഞാനിങ്ങനെ ദുരിതങ്ങളിൽപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപൂർവമായി ചേട്ടനുമായി സംസാരിക്കവേ കൃപാസനത്തെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുവാനിടയായി. കാരണം ഞാൻ എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന 5 വർഷക്കാലം ഇതിൻ്റെ മുമ്പിൽ കൂടെ തലങ്ങും വിലങ്ങും എത്രയോ വർഷം പോയിട്ടുള്ളപ്പോഴൊന്നും ഒരിക്കൽ പോലും ഇവിടെ കയറണമെന്നോ ഇവിടെ കയറി അമ്മയെ കാണണമെന്നോ തോന്നാത്ത എനിക്ക് ചേട്ടൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടിക്കായിട്ട് ശ്രമിച്ചു. 1-ാമത്തെ ദിവസം ശ്രമിച്ച് നടന്നില്ല. 2-ാം ദിവസം ശ്രമിച്ച് നടന്നില്ല. 3-ാം ദിവസം, കാരണം ഈ ഓൺലൈനുമായി അത്ര വലിയ പരിചയക്കുറവുള്ളത് കൊണ്ടാണ്, 3-ാം ദിവസം വിജയിച്ചു. അതിൻ്റെ അന്നത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് ഞാൻ അറിയണത് ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമായിരുന്നുവെന്ന്. എനിക്കത് ഭയങ്കരമായ ഒരു ഉത്സാഹവും ഉന്മേഷവും കിട്ടി. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വളരെ സീരിയസായി തുടങ്ങി. ഉടമ്പടിയിൽ ഞാൻ ചോദിച്ചത് എല്ലാം കിട്ടിയില്ലെങ്കിലും ചോദിച്ചതും എനിക്ക് വേണ്ടതെല്ലാം കൂടാതെ എനിക്ക് അർഹതയില്ലാത്തതുപോലും ദൈവം തന്ന് സമൃദ്ധമായി എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള എൻ്റെ സാക്ഷ്യം. എനിക്ക് കഴുത്തിൻ്റെ പുറകിൽ 25 വർഷമായി ഒരു വലിയ തടിപ്പും അതൊരു മുഴ പോലെയായി. അത് ഞാൻ അസ്വസ്ഥതകളൊന്നും വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഗവനിച്ചില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം തൈലവും ഉപ്പും സ്ഥിരമായി ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും വീട്ടിലുള്ളവർക്കും അല്ലാത്തവർക്കും വെളിയിലുള്ള നമ്മുടെ മക്കളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയും തൈലം തേച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാണെന്നോ എപ്പോഴാണെന്നോ എനിക്കറിയത്തില്ല, അത് പൂർണ്ണമായും മാറിക്കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനനം മുതൽ എന്നോട് കൂടെ എൻ്റെ സന്തത സഹചാരിയായി ഉണ്ടായിരുന്ന എൻ്റെ ഡ്രൈ സ്കിന്നിൻ്റെ അലർജി, അത് എനിക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പ്രചോദനമനുസരിച്ച് ഒരു തൈലം എനിക്ക് കിട്ടി. തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും തൈലം തേക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഈ ക്രീമും കൂടെ തേച്ച്, അമ്മയുടെ നാമത്തിൽ ആ ക്രീമും കൂടെ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും അത് 68 വർഷമായ ആ അസ്വസ്ഥത എന്നിൽ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ ഇടപെടലാണെന്ന് മാത്രമേ എനിക്ക് പറയുവാൻ പറ്റുകയുള്ളൂ. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ കണക്ക് പറയുമ്പോൾ, എനിക്ക് എറണാകുളത്തൊരു സ്ഥലമുണ്ടായിരുന്നു. അത് വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടതായിരുന്നു. അത് വിൽക്കാനുള്ള ശ്രമങ്ങളൊന്നും നടന്നില്ല. കാരണം അതിനകത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇടിവെട്ടിയേറ്റ് എൻ്റെ തലയിൽ പാമ്പ് കടിയിച്ചെന്ന് പറഞ്ഞാൽ 12 വർഷമായിട്ട് തണ്ണീർത്തട പ്രശ്നത്തിൽപ്പെട്ട് അത് കുരുങ്ങി. അപ്പോൾ പല ഓഫീസുകളും കയറി ഇറങ്ങിയെങ്കിലും ഒന്നും നടക്കുന്നില്ല. അവസാനം ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ വേറെ ഫർദർ ഇടപെടലുകൾ ഒന്നുമില്ലാതെ ലെറ്റർ വീട്ടിൽ വരികയായത്, നിങ്ങളുടെ തണ്ണീർത്തട പ്രശ്നത്തിന് പരിഹാരമായി കരഭൂമിയാക്കി തരം മാറ്റം നടത്തിയെന്ന് പറഞ്ഞ് ലെറ്റർ വരുമ്പോഴാണ് അത് അമ്മയുടെ ഇടപെടൽ മാത്രമാണ്, വേറെ അതിനകത്ത് യാതൊന്നുമില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് 22 വർഷം മുമ്പ് വാങ്ങിച്ചിട്ടതാണ്. അന്ന് മുതൽ ഇതിന് അന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മണ്ണ് ഇറക്കി ലെവൽ ചെയ്യണമെന്നും ഫൗണ്ടേഷൻ കെട്ടി തിരിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി അതിർത്തി തർക്കവും പ്രശ്നങ്ങളും കാരണം അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. എന്തായാലും ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. അത് ഞാനങ്ങനെ എൻ്റെ മകൻ്റെ ഒരു ഫാദറിനെ ഇടപെടുത്തി, അയാളൊരു ഒരു കോൺട്രാക്ടറോട് സംസാരിച്ച് പ്രശ്നമെല്ലാം സെറ്റിൽ ചെയ്തതനുസരിച്ച് ഞാൻ നാട്ടിൽ ചെന്നു. ഞാൻ വിചാരിച്ചൊരു 10-25 ലോഡ് മണ്ണിറക്കുമ്പോൾ അതിൻ്റെ പ്രശ്നം തീരുമെന്ന്. പക്ഷേ ഒരു സിനിമാ സ്റ്റൈലിൽ അത് എന്താ പറയുക, ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് 86 ലോഡ് മണ്ണിറക്കി. അതേ ദിവസം തന്നെ അത് ലെവൽ ചെയ്യാനും തുടങ്ങി. 2-ാം ദിവസം ലെവൽ ചെയ്ത് തീർത്ത് 3-ാം ദിവസം വാനം മാന്തി ഫൗണ്ടേഷൻ കെട്ടി ഗേറ്റും വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ്.
അപ്പോൾ അത് പിന്നെ അതിൻ്റെ കൂടെ പറയാനുള്ളത് അതെങ്ങനെ സാധിച്ചുവോ എന്ന് എനിക്ക് പോലും അറിയാൻ വയ്യ. കാരണം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. അന്ന് അവിടെ അപ്രതീക്ഷിതമായി 2 പേര് അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ മകൻ്റെ സുഹൃത്തിൻ്റെ അപ്പനും അതുപോലെ തന്നെ ഈ കോൺട്രാക്ടർ ഒരു മില്യണയർ, അയാൾ അവിടെ ഒരിടത്തും സ്ഥലത്തൊന്നും പോകാത്തയാളാണ്. പക്ഷേ അന്ന് ലോറി വന്ന ആദ്യത്തെ 8 മണിക്ക് തന്നെ ഇയാളും അവിടെ, ഇവർ 2 പേരും അവിടെ എത്തി. 3 ദിവസവും ഇവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം തന്നെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കി തന്നു. അവരെനിക്ക് വേണ്ടി വക്കാലത്ത് ചെയ്ത് അമ്മയുടെ ഏജൻ്റായി നിന്നുകൊണ്ട് അവർ അതെല്ലാം പരിഹരിച്ച് എനിക്കധികം എഫർട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല, അധികം ഒന്നും സംസാരിക്കേണ്ടതായും വന്നില്ല. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വന്നവരെല്ലാം തിരികെ പോയി. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു അത്ഭുതമായി എൻ്റെ ജീവിതത്തിൽ അത് നിലകൊള്ളുകയാണ് ഇപ്പോഴും. അതുപോലെ തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്കാർക്കും അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചോദിക്കുന്നു. പക്ഷേ എനിക്കറിയാവുള്ളൂ, നമുക്കല്ലേ അറിയാവുള്ളൂ പരിശുദ്ധ അമ്മ ഇടപെട്ടതാണെന്നും അമ്മയുടെ സാന്നിധ്യമായിരുന്നു അതെന്നും അതെനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അതാണ് ആ വലിയ ഒരു സാക്ഷ്യം എനിക്ക് പറയുവാനുള്ളത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ ഉടമ്പടി കാശ് രൂപം ഞാൻ നാട്ടിലായിരുന്നപ്പോൾ അത് യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടു. ഒരു മാർക്കറ്റിൽ വെച്ച് പൈസ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോഴാണ് പേഴ്സ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ അതിനകത്ത് പ്രാധാന്യമെന്ന് പറയുന്നത് ഉടമ്പടി കാശ് രൂപം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. വിലമതിക്കാനാവാത്ത കാശ് രൂപം അത് നമ്മുടെ ഉടമ്പടിയുടെ ആധാരമാണെന്നൊക്കെ അച്ഛൻ പറയുന്നത് എനിക്ക് വളരെ ബോധ്യമുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയതിൽ ഞാൻ അമ്മയോട് പ്രത്യേകം കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് സൂക്ഷ്മമെന്ന് പറയട്ടെ, 5 ദിവസമായപ്പോൾ ഒരാൾ എന്നെ അവിചാരിതമായി ഫോൺ ചെയ്യുന്നു. ഞാൻ അന്ന് ഡോക്ടറെ കാണാൻ പോയതായിരുന്നു. ഒരു ഡോക്ടറെ കണ്ട ആ ഡോക്ടറുടെ ഫോൺ നമ്പർ ആ പേഴ്സിലുണ്ടായിരുന്നു. ആ പേഴ്സ് വെച്ച് ട്രേസ് ചെയ്തിട്ടാണ് അയാൾ എന്നെ വിളിക്കുന്നത്. അങ്ങനെ അയാൾ വിളിച്ചു, ഇങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അതിലെ അത്ഭുതമെന്ന് പറയുന്ന അമ്മയുടെ ഇടപെടലെന്ന് പറയണത്, അത് എടുത്തയാൾ ആ മാർക്കറ്റിലെ ഒരു തൂപ്പുകാരൻ, പാവപ്പെട്ടവൻ, അവനെന്തോ അമ്മ ബുദ്ധി തോന്നിച്ച് അതിനകത്ത് കുറച്ച് പൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, ATM കാർഡും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അവന് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. അവനൊന്നും എടുത്തില്ല. അവൻ്റെ ഒരു സുഹൃത്തിനെ അതുപോലെ ഏൽപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ സുഹൃത്താണ് എന്നെ വിളിക്കുന്നത്. പറഞ്ഞു വന്നപ്പോൾ ഇവർ 2 പേരും എൻ്റെ വീടിനോട്, കൊല്ലത്ത് ഞാൻ താമസിക്കുന്ന വീടിനോട് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് താമസിക്കുന്നവരും എന്നെ നേരിട്ട് കണ്ടാലറിയാവുന്നവരുമായിരുന്നു എന്ന് ബോധ്യമായി. അതൊരു ഭയങ്കരമായ അത്ഭുതം, അമ്മയുടെ ഇടപെടലാണ് എന്നല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അത് പിന്നെ ഞാനിപ്പോൾ UK 2020 UK പോയത്. എനിക്ക് മുൻപേ അവിടെ ഉണ്ടായിരുന്നവരും അവിടെ ജോലി ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് PR-ന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഒരുപാട് പേരൊന്നും ഇല്ല, 3-4 പേരെ എനിക്കറിയാം. അങ്ങനെ പക്ഷേ അവരുടെ കൂട്ടത്തിൽ 2020 ചെന്ന് പ്രത്യേകിച്ച് പിന്നെ രേഖകളൊന്നും ഇല്ലാതെ തന്നെ നോർമൽ കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് കറക്റ്റ് 5 വർഷം തികയുന്ന അടുത്ത മാസം തന്നെ എനിക്ക് PR കിട്ടി. അത് അമ്മയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ദീർഘമായി വിശ്വസിക്കുകയാണ്. പിന്നെ എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് 20 പോയതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബാങ്കിലെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇൻകം ടാക്സിൽ നിന്ന് ഡൽഹി ഓഫീസിൽ നിന്നൊരു സ്ട്രോങ് ലെറ്റർ വന്നു. ഒരു വലിയ തുക ഒന്നിച്ച് അടയ്ക്കണമെന്നും ഫൈനായിട്ട് അടയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ടാക്സ് റിട്ടേണൊന്നും 4-5 വർഷമായി ഫയൽ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കണ്ടു. അയാൾ അത് പുട്ടപ്പ് ചെയ്തു, ആപ്ലിക്കേഷൻ അയച്ചു. എന്തായാലും അമ്മ ഇടപെട്ടു എന്ന് പറയട്ടെ. എനിക്ക് ഒരു ഫൈനും അടയ്ക്കേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച ആ തുകകളെല്ലാം അതുപോലെ എനിക്ക് റീഫണ്ട് ചെയ്ത് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അതും അമ്മയുടെ ശക്തമായ ഇടപെടലാണ് എന്നെനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പത്രങ്ങൾ അവിടെ കൊടുക്കാനുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടിട്ട് നാട്ടിൽ വരുമ്പോഴാണ് പത്രം കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ 4 വട്ടം വന്നു. 4 വട്ടമായിട്ട് 12 കെട്ട് പത്രം കിട്ടി. പിന്നെ കുരിശടിയിൽ ഇരുന്ന ഒരു 3 കെട്ട് പത്രവും കൂടി 15 കെട്ട് പത്രം മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സന്ദർശനങ്ങളുടെ കാര്യത്തിലും അവിടെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് നാട്ടിൽ വരുമ്പോഴാണ് സന്ദർശനം നടത്താറുള്ളത്. ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത കാര്യം അത് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് പുതുക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു ഭയങ്കരമായ ഉൾപ്രേരണ ഉണ്ടായി. തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ എന്നെ ആരോ തള്ളുന്നത് പോലെ എനിക്ക് തോന്നി. അത് അമ്മ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ വന്നു. ഒരു ഒറ്റയാഴ്ച കൊണ്ട് പ്ലാൻ ചെയ്തു ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പത്രവും എറണാകുളത്ത് കൊണ്ട് കൊടുത്ത് തിരികെ വണ്ടി കയറി.
അതിനുശേഷം 2024 ഞാനും എൻ്റെ ഭാര്യയും മക്കളുമായി വന്ന് 5 പേരും കൂടി ഇവിടെ വന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു പോയി. അതിനുശേഷം 2025 തന്നെ വീണ്ടും ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ വന്ന് അച്ഛനെ കണ്ടും, നേരത്തെ അച്ഛനെ വന്ന് മോൾക്ക് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോഴും അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് പോയത്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ ഈ വസ്തുവിൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ തന്ന കാശുരൂപവും ഉപ്പും കൊണ്ട് അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ അത്ഭുതങ്ങളെല്ലാം അവിടെ നടന്നത്. അതായത് തണ്ണീർത്തട പ്രശ്നത്തിൻ്റെ പരിഹാരവും പിന്നെ ലെവലിങ്ങിൻ്റെയും ഫൗണ്ടേഷൻ കെട്ടുന്നതിൻ്റെയൊക്കെ പരിഹാരം ഉണ്ടായത് അതാണ്. അല്ലാതെ അതിന് മുമ്പ് എനിക്കത് ചെയ്യണമെന്ന് ഭയമായിരുന്നു. അതിന് ശേഷമാണ് അതിനുള്ള ധൈര്യമെല്ലാം എനിക്ക് കിട്ടിയത്. പിന്നെ സന്ദർശനങ്ങൾ ഇവിടെ വരുമ്പോഴാണ് ചെയ്യുന്നത്. കഴിവതും രോഗികളെയൊക്കെ പണ്ട് ഞാൻ ഇഷ്ടംപോലെ ചെയ്തുകൊണ്ടിരുന്നതാണ്. എൻ്റെ ഒരു ദിനചര്യ തന്നെയായിരുന്നു അത്. അതുപോലെ ഇപ്പോഴും ഇവിടെ വരുമ്പോഴും കഴിയുന്നിടത്തോളം സന്ദർശനങ്ങൾ നടത്താറുണ്ട്. കുടുംബ പ്രാർത്ഥനകളിൽ വളരെ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇടവേളകളിൽ ജപമാല ചെല്ലാറുണ്ട്. ഒരു യാത്ര കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോവുകയും തിരികെ വരികയും ചെയ്യുന്ന സമയത്ത് യാത്രാവേളകൾ ജപമാല ചെല്ലാറുണ്ട്. ദിവസം ആവറേജ് 3-4 ജപമാല സമയം പോലെ ചെല്ലാൻ അവസരം കിട്ടുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ പേഴ്സണലായിട്ടൊരു 3/4 മണിക്കൂർ പ്രെയർ ഉണ്ടാവും. ഇതെല്ലാം മുടങ്ങാതെ നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ഒന്നുപോലും മുടങ്ങാതെ, തിങ്കൾ ശനി ധ്യാനങ്ങളും മറ്റെല്ലാ ദിവസങ്ങളിലെ ആരാധന അച്ഛൻ്റെ പ്രസംഗവും ഒന്നും പോലും മുടങ്ങാതെ ഇത്രയും കാലം ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൈബിള് നിർബന്ധമായും 1/2 മണിക്കൂർ വായിക്കാറുണ്ട്. ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യണമെന്നതിന് ഒരു നേരത്തെ ആഹാരം വർജിക്കുന്നതിന് പോലെ എല്ലാ ദിവസവും ഞാനും ഭാര്യയും 7 ദിവസവും ഫാസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഗലാത്തി 5:19 പ്രകാരം ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുവാനായി അവന് വഴിയൊരുക്കുവാൻ എൻ്റെ വഴികൾ നേരെയാക്കുകയും വെട്ടിച്ചുരുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ പുറംകുപ്പായം ഞാൻ ഊരി കഴുകി വെടിപ്പാക്കി വിവാഹ വസ്ത്രം തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഒരിക്കലും ഭയങ്കരമായ 2 ദർശനമുണ്ടായി. അതായത് ഒരു റീവാലുവേഷൻ എക്സാം നടത്തിയതും അതുപോലെ തന്നെ പിന്നെ ഉന്നതനായ ഒരാൾ വന്ന് എൻ്റെ ഫയലുകളെല്ലാം പോക്കുവരവ് ചെയ്യുന്നതായിട്ടും ഉണ്ടായി. എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി അച്ഛൻ്റെ റൈറ്റ് ഓഫ് ആൻഡ് റീഫണ്ട് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അച്ഛൻ പ്രസംഗിക്കവേ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17:30 അജ്ഞതയുടെ കാലം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്നും യേശയ്യ 43:18 കഴിഞ്ഞതെല്ലാം മറന്നേക്കും, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ ജോയൽ 2:14 ഞാൻ ഭൂമിയിൽ സമൃദ്ധമായി മഴ പെയ്യ്ക്കും, നിൻ്റെ മെതിക്കളത്തിൽ ധാന്യങ്ങൾ നിറയും, നിൻ്റെ ചക്കിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും, നിൻ്റെ ദേശം ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ആ ഭാഗം അതെല്ലാം കൂടെ കൂട്ടി വായിച്ചു. അച്ഛൻ അതോടെ കൂട്ടിച്ചേർത്ത് ഉടമ്പടി പാപത്തെ ഫോക്കസ് ചെയ്യുന്നില്ല, അനുതാപത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഉന്മേഷമായി. 23 വർഷക്കാലം ഞാൻ സൽപ്രവർത്തികളുടെ പേരിൽ ചെയ്തു കൂട്ടിയ ദൈവവേലയുടെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവകൃപ, കരുണാമയനായ ദൈവം എനിക്ക് തിരികെ തരുമല്ലോ എന്നുള്ളൊരു ഉണർത്തുപാട്ട് എനിക്കുണ്ടായി. അത് എൻ്റെ ജീവിതത്തിലാകപ്പാടെ വല്ലാത്തൊരു കോളിളക്കമുണ്ടാക്കി. അത് അനുതാപത്തിലേക്ക് നയിച്ചു. ഹോസിയ പ്രവാചകൻ 11:3 പ്രകാരവും നഷ്ടപ്പെട്ടു പോയ ആടിനെ തോളേറ്റി വരുന്ന ഇടയൻ്റെ ചിത്രവും ധൂർത്തപുത്രനെ സ്വീകരിക്കുവാൻ കൊഴുത്ത കാളയെ കൊന്ന് വിരുന്നൊരുക്കിയ സ്നേഹപിതാവിൻ്റെ ചിത്രവും 1:99 വലുതാണെന്ന് പഠിപ്പിക്കുന്ന തച്ചൻ്റെ ശാസ്ത്രവും എല്ലാം കൂടി ചേർത്ത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വല്ലാതെ ഈറനണിഞ്ഞു. അത് എന്നെ ഭയങ്കരമായ ഭാവിയിലേക്ക് നടത്തി. അതുപോലെ തന്നെ എൻ്റെ വചനത്തിൽ എനിക്ക് പ്രചോദനം നൽകിക്കൊണ്ട് അച്ഛൻ ഡോക്ടർ VP ജോസഫ് ആയതുകൊണ്ടായിരിക്കും ഈ ഭയങ്കരമായ ശക്തമായ ആൻറ്റിബയോട്ടിക്സ് പ്രയോഗിക്കാറുണ്ട്. അത് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. അതുപോലെ തന്നെ കഷ്ടതകൾ നിസ്സാരമാണ്. എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. കൃപ പേയ്മെൻറ്റ് സീറ്റാണ്. ബൈബിൾ വെറുതെ വായിക്കാനുള്ളതല്ല. ഉടമ്പടി ഭാഷയിൽ സമയമായില്ല എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. ഇങ്ങനെ ചില ആൻറ്റിബയോട്ടിക് പ്രയോഗങ്ങൾ ഏത് ഉടമ്പടി എടുത്ത് ലാഗ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രചോദനകരമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാര്യം. പിന്നെ കാരുണ്യ പ്രവർത്തികളിലേക്ക് വരുമ്പോൾ 28 വർഷമായി ഞാൻ പ്രവർത്തിച്ചിരുന്ന സംഘടന വഴി നാട്ടിൽ
എന്നാൽ കഴിയുന്ന ഒരു വലിയ തുക സംഭാവനയായി എല്ലാ മാസവും നൽകാറുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. സ്പെഷ്യലായിട്ട് അതുകൂടാതെ റിക്വസ്റ്റുകൾ ഒരുപാട് വരാറുണ്ട്, പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അത് അർഹതമായ പരിഗണനയിൽ കൈകാര്യം ചെയ്യാറുണ്ട്. കൂടാതെ മാസം തോറും വിദ്യാഭ്യാസ സഹായമായും മരുന്നിനും കാര്യങ്ങൾക്കുമായും ഒക്കെ പല ആവശ്യങ്ങളും അറിഞ്ഞ് കഴിയുന്ന ഏറ്റവും വലിയ സഹായം ചെയ്ത് അവരെ സഹായിക്കുന്ന ഒരിതുണ്ട്. അതിലേറ്റവും എടുത്തു പറയാനുള്ളത്, ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമുണ്ട്. അത് 20 വർഷം കഴിഞ്ഞു. അപ്പോൾ 20 വർഷം അതിൻ്റെ ജീർണാവസ്ഥയിൽ അത് റിപ്പയർ ചെയ്യാൻ അവർക്ക് നിവൃത്തിയില്ലാതെ ഒരു അവസരം എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനത് എൻ്റെ സുഹൃത്തുക്കൾ വഴിയും എൻ്റെ ബന്ധുക്കളും ഞാനും എൻ്റെ വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും പിന്നെ അമേരിക്കയിലും ഗൾഫിലും ഒക്കെയുള്ള വളരെയൊക്കെ സമാഹരിച്ച് ഒരു 15 ലക്ഷം രൂപ സമാഹരിച്ച് നാട്ടിൽ കൊടുത്തു. അത് റിപ്പയർ ചെയ്തു. അതുമാത്രമല്ല, അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ടോ സ്ഥാപിക്കാനുള്ള ദൈവാനുഗ്രഹവും കിട്ടി. അത് പിതാവ് വന്ന് വെഞ്ചരിച്ച് അവർക്ക് തുറന്നു കൊടുത്തു. അതിൻ്റെ അത് അവിടെ താമസിക്കുന്നവർക്കും വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, അമ്മയെ വണങ്ങാൻ വരുന്നുണ്ട്. അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ അമ്മ ഈശോയ്ക്ക് ജന്മം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2023 റാലിക്ക് വരണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. റാലിക്ക് വരാനായിട്ട് ഞാൻ തയ്യാറെടുത്ത് നടക്കുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും അപ്രതീക്ഷിതമായി എനിക്ക് അതിനുള്ള അവസരം ഒത്തുകിട്ടി. ഞാൻ ഇവിടെ വന്ന് റാലിയിൽ പങ്കെടുത്ത് ഞാൻ മാത്രമല്ല, ഇടവകയിൽ ചെന്ന് അവിടെയുള്ള 25 പേരെ കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ റാലിക്ക് വന്നത്. 2024 എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അന്ന് സാധിച്ചില്ല. കാരണം അന്ന് അതുകൊണ്ടിട്ട് ബസ്സിൽ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് ഇടവകയിൽ നിന്ന് 25 പേര് അവിടുന്ന് അറേഞ്ച് ചെയ്ത് ഒരു ലീഡറുടെ നേതൃത്വത്തിൽ വന്നുപോയി. എല്ലാ വർഷവും ഇതുപോലെ അവരിപ്പം കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് വലിയ ബസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തു കൊടുക്കാൻ ഞാൻ സദാ സന്നദ്ധനാണ്. അങ്ങനെയുള്ള അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു വലിയ പ്രേക്ഷിത വേല, അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു പ്രേക്ഷിത വേലയായി ഞാനതിനെ മനസ്സിലാക്കി അത് അമ്മയുടെ മഹത്വത്തിനും സ്തുതിക്കുമായി ഞാനത് സമർപ്പിക്കുകയാണ്. ആത്മീയ ജീവിതം പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ, കുർബാന എല്ലാ ഞായറാഴ്ചയും മാത്രമേ ഞങ്ങളുടെ ഇടവകയിൽ ഒരു മിഷൻ പള്ളിയാണ്, അവിടെ ഞായറാഴ്ച മാത്രമേ കുർബാനയ്ക്ക് കാണാനുള്ള അവസരമുള്ളൂ. കുമ്പസാരവും അതുപോലെ തന്നെ സൗകര്യമായ ഇടവേളകളിൽ, കഴിവതും നേരത്തെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഇടവേളകളിൽ കുമ്പസാരവും നടത്താറുണ്ട്. അധരങ്ങളിൽ അഭിഷേകമായി കിട്ടിയ അലിവിൻ്റെ സങ്കീർത്തനം സ്തോത്രഗീതമാക്കി അവൻ തെളിച്ച ഒറ്റയടി പാതയിലൂടെ നിയോഗങ്ങളില്ലാത്ത ഒരു ജീവിത രീതിയിലൂടെ അവൻ്റെ മല കയറുവാനും അങ്ങനെ ശിമയോനെ പോലെ രക്ഷ കണ്ടെത്തി സമാധാനത്തിൽ യാത്രയാകുവാനുള്ള വലിയ കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് എൻ്റെ ഉടമ്പടി ഞാൻ സമാപിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒപ്പം ഇതിൻ്റെ എല്ലാം കാരണഭൂതനും വിശുദ്ധനും പ്രവാചകനുമായ ജോസഫ് അച്ഛനും പ്രത്യേകം 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം വചനമാണ്. ജലസ്രോതസ്സിനരികിൽ നട്ടിരിക്കുന്ന ഒരു മരം പോലെയാണ് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതം, പ്രത്യേകിച്ചും ഉടമ്പടി മക്കളുടെ ജീവിതം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പുറം സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും, എത്ര കഠിനമായാലും ഉള്ളിലൊരു സ്ഥിരതയും ഒരു സമാധാനവും ഒരു ധൈര്യവുമാണ്. കാരണം ഈശോയും അമ്മയും എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ആത്മധൈര്യം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, ജോലി നഷ്ടങ്ങളാവാം, കടബാധ്യതകളാവാം, ഇവയൊക്കെ ആയാലും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇവയൊക്കെ നമ്മൾ ഒരു തരത്തിൽ ചൂടും വരൾച്ചയുമാകാം. ഉടമ്പടിയിലൂടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, പ്രതീക്ഷ നഷ്ടപ്പെടാതെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ശക്തിയും കരുത്തും നൽകുന്നത് ഈശോയാണ്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ്. ആറ്റുതീരത്തുള്ള നട്ടമരം പോലെയാണ് നമ്മൾ ദൈവത്തിൽ വേരൂന്നി ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജലത്തിനരികെ നട്ടവൃക്ഷം പോലെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ദൈവകൃപയുടെ ജലസ്രോതസ്സിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കുന്നത്. അതിനുള്ള ഒരു വലിയ സാക്ഷ്യമാണ് തോമസ് ജോസഫ് എന്ന സഹോദരൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്.
ഉടമ്പടി എടുത്ത മക്കൾ ആറ്റുതീരത്തുള്ള നട്ട വൃക്ഷം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു. ഉടമ്പടിയാകുന്ന ജീവിതത്തിലേക്കാണ് വേരൂന്നിരിക്കുന്നത്. അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. എന്തു തന്നെയായാലും ജീവിതത്തിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉടമ്പടി ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യവും ഇടപെടലും എപ്പോഴും കൂടി ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഓരോ മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്ന ഓരോ സാക്ഷ്യങ്ങൾ നമ്മൾ കാണുന്നത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പല സംഘടനകളിൽ സഹകരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ വന്നേ പിന്നെ ഈശോയുടെ അമ്മയുടെ മഹത്വത്തിനായിട്ട് ഈ മകന് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ ആണ് സ്വയമായിട്ട് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ലഭിക്കുന്നത്. പിന്നീടുള്ള ആത്മീയ ജീവിതമായിരുന്നു. ഭൗതിക ജീവിതത്തിലേക്ക് ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു ഉയർച്ചയാണ്. അനുതാപത്തിലൂടെയും അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഐസയ പ്രവാചകൻ 1:19 പറയുന്ന പോലെ പിന്നീട് ഭൗതിക ജീവിതത്തിൽ നിന്ന് ഒരു വലിയ ആത്മീയ വളർച്ചയിലേക്കാണ് ഈ മകന് നാം കാണുന്നത്. ഇതാണ് നാം പറയുന്നത്, ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പരിശുദ്ധ അമ്മയാണ് ദൈവകൃപയുടെ ജലസ്രോതസ്സിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കുന്നത്. അമ്മയെ പൂർണ്ണമായി വിശ്വസിച്ച് അമ്മ ഒരു നല്ല പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ നമുക്കും ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ ജീവിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൽ വേരുറച്ച് ഭയമില്ലാതെ മുന്നോട്ട് ജീവിക്കാം. നമ്മുടെ ജീവിതം ആത്മീയ ഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ജലത്തിൻ്റെ അരികിലെ നട്ടവൃക്ഷം പോലെ വിശ്വാസത്തിൽ ഉറച്ചവരായി ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും തോമസ് ജോസഫിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.